ചിലരുടെയും മൊബൈൽ ഫോൺ ആയിരിക്കാം വിൽക്കാനായിട്ടുള്ളത്. എല്ലാം നമുക്ക് തിരിച്ചറിയണമെന്നില്ല. നമുക്ക് ഒരാളെ കള്ളനാണെന്ന് ഒരിക്കലും വിലയിരുത്താനും പറ്റത്തില്ല. ഇങ്ങനെ ഇൻസിഡൻസ് ഇപ്പോൾ വരുന്നോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? എല്ലാ വ്യാപാരികൾക്കെല്ലാം വലിയൊരു പ്രശ്നമായത്. പഴയ മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തി പണം വാങ്ങിയ ശേഷം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാകുന്നെന്ന പരാതിയുമായി മൊബൈൽ ഷോപ്പ് ഉടമകൾ. പഴയ മൊബൈൽ ഫോണുകൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തി അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോണുകൾ വിറ്റ് പണം കൈപ്പറ്റിയതിന് ശേഷം ആ സംഘത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ആ ഫോണിന്റെ യഥാർത്ഥ ഉടമ ഈ ഫോൺ മോഷണം പോയി എന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ നിരവധി മൊബൈൽ ഷോപ്പ് ഉടമകൾക്കാണ് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമ മുഹമ്മദ് തൗഫീഖാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഇതിപ്പോൾ ഒരു വ്യാപകമായിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ്. ഒരുപാട് തവണ പൈസ പോയി. തട്ടിപ്പിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോൺ സെക്കൻഡ് വാങ്ങുന്ന ഒരു കടയാണ്. നമ്മളെല്ലാവരുടെയും ഇന്ന് പ്രൂഫ്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഫോട്ടോ എല്ലാം വാങ്ങിച്ച കടയിൽ മൊബൈൽ ഫോൺ എടുക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ പൈസയുടെ ബുദ്ധിമുട്ടും ഇത് പറഞ്ഞാൽ നമ്മൾ കടയിലേക്ക് വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഓരോരുത്തർക്ക് ഓരോ സാമ്പത്തിക അവസ്ഥ കാണുമല്ലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ്സ് ആയിട്ട് ഫോൺ കടയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇങ്ങനെ പൈസ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ പോകുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾ മൊബൈൽ ഫോൺ കടയിലേക്ക് വിൽക്കാനായിട്ട് വരുന്നു. നമ്മളത് രേഖയെല്ലാം വാങ്ങിച്ചായിരിക്കും എടുക്കുന്നത്. ആധാർ കാർഡ്, പുള്ളിയുടെ ഫോട്ടോ, മൊബൈൽ നമ്പർ എല്ലാം വാങ്ങിച്ചാൽ ഫോൺ എടുക്കുന്നത്. ഫോൺ പല റേറ്റിലാണ് വരുന്നത്. ചിലപ്പോൾ ആ മോഡലിനനുസരിച്ച് ആ റേറ്റ് വരും. ചിലപ്പോൾ 5000, 15000 അങ്ങനെ പല റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ റേറ്റ് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫോണിൻ്റെ മോഡലിനനുസരിച്ച് വില നോക്കി എടുക്കുക. പൈസയും കൊടുത്ത് പുള്ളിക്കാരൻ പോകും. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക. ഇന്ന സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷണം പോയ ഫോണാണെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ സിം ഇട്ട ശേഷം നമ്മളെ വിളിക്കുന്നത്, പോലീസുകാർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, സാറേ നമ്മൾ ഇന്ന രേഖയെല്ലാം വാങ്ങിച്ചിട്ട് പരിശോധിച്ച് മൊബൈൽ നമ്പർ, ആധാർ കാർഡ്, ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഇവിടെ കടയിൽ സെക്കൻഡായിട്ട് എടുത്താന്ന് പറയും. പോലീസുകാർ പറയുന്നത് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് തരികയോ ചെയ്യാനാണ് പറയുന്നത്. ഫോൺ നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചില്ലെങ്കിൽ അവിടുന്ന് വിളിക്കുന്ന സ്റ്റേഷനിൽ നിന്ന് പറയുന്നത് ഈ ഹാൻഡ്സെറ്റ് നിങ്ങൾ തൊണ്ടി മുതൽ വാങ്ങിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെയും കൂടെ കേസ് ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ എത്തിയില്ലെങ്കിൽ അതോടൊപ്പം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ നമ്മുടെ കടയിൽ വന്ന് റിക്കവർ ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ മറ്റ് കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ കടകളിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കൊരു പേടിയായി പോകും. അപ്പോൾ നമ്മൾ പറയാം, എന്നാൽ സാറേ അത് തന്നേക്കാന്ന് പറയും. അതിൻ്റെ പുറകെ പിന്നെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ കുറേ എത്തിക്കുകയോ ചെയ്യുന്നത്. സമീപകാലത്ത് ഏകദേശം ഒരു 10-20 ഫോണുകളോടെ നമുക്ക് പല സ്റ്റേഷനിലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു സ്കാം ആണോ എന്ന് നമുക്കൊരു സംശയം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു 3-4 സുഹൃത്തുക്കൾ അടങ്ങിയവർ, അവർക്ക് പെട്ടെന്നൊരു പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു. ഇപ്പം എന്തെങ്കിലും മദ്യപാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളുടെ ഫോണ് രണ്ടാമതുള്ള ഒരാളുടെ ഫോൺ നാലാമത്തെ ആൾ വാങ്ങിച്ചിട്ട് ഇന്ന കടയിൽ കൊണ്ട് വിൽക്കുക. ആ കടക്കാരൻ ആധാർ കാർഡും ഫോട്ടോയും മൊബൈൽ നമ്പറും എല്ലാം വെരിഫൈ ചെയ്ത ശേഷം അദ്ദേഹത്തിന് 5-10 എത്രയാണോ ആ ഫോണിൻ്റെ വാല്യൂ അതനുസരിച്ച് നമ്മൾ സെക്കൻഡ് കൊടുത്ത് പൈസ അദ്ദേഹത്തിന് ഇതാക്കുന്നു. ഈ പൈസ വാങ്ങിച്ച് ചിലവഴിച്ച ശേഷം ഈ ഗ്യാങ്ങിലുള്ള അവരുടെ സുഹൃത്ത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. യഥാർത്ഥ ഉടമ പോയി സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, എൻ്റെ ഫോൺ മോഷണം പോയെന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ അവർക്ക് പൈസയും കിട്ടി, അവരുടെ ഫോണും തിരിച്ചു കിട്ടി. അപ്പം നഷ്ടപ്പെടുന്നത് നമ്മൾ കടക്കാർക്ക് ഫോൺ നഷ്ടമായി, പൈസയും നഷ്ടമായി. ഇങ്ങനെ നിങ്ങളെ പോലീസ് ബന്ധപ്പെടുന്നു, ഫോൺ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ ഫോൺ നിങ്ങൾക്ക് കൊണ്ട് നൽകിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റ ആ വ്യക്തിയുടെ ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലീസിന് നൽകാറില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ച്, നമ്മളെ വിളിക്കുന്ന പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ആ മൊബൈൽ ഫോൺ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തിരിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് റിക്കവർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് നിങ്ങളുടെ സ്റ്റേഷൻ പരിധി ഏതാണോ അവിടെ പോയി പരാതി കൊടുത്തോളാനാണ് പറയുന്നത്. അതെ, ഞങ്ങൾക്ക് വിറ്റ ആൾക്കെതിരെ. അങ്ങനെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ നിങ്ങളുടെ കൈവശമുള്ള ID പ്രൂഫ് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്? എൻ്റെ ഇതുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തായിരുന്നു. മല്ലപ്പള്ളി ഭാഗത്തുനിന്ന് ഒരാൾ കൊണ്ട് എനിക്ക് വിറ്റായിരുന്നു ഫോൺ ഇതേപോലെ. 5-ാം തീയതി ഈ മാസം കൊടുത്ത പരാതി. ഇന്നിപ്പം 27ആയി. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പുള്ളിയെ വിളിച്ച് ഒരു ദിവസം വരാൻ പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം തൊട്ട് ഫോൺ ഔട്ട് ഓഫ് കവറേജാണ്. വരാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മാക്സിമം ശ്രമിക്കുന്നു, സ്വിച്ച് ഓഫാണ്. പിന്നെ അതിനുശേഷം ആ അഡ്രസ്സിൽ ഇപ്പോൾ ചെന്നാലും ചിലപ്പോൾ ആൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ സംഭവിച്ച കേസൊട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20ഓളം ഫോൺ തിരികെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സമീപകാലത്തായി എന്ന് പറയുന്നു. ഒരുമിച്ചായിരിക്കത്തില്ല, ഒരു വർഷത്തിൻ്റെ ഇടയിലായിട്ടാണ് പല തവണ വരുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5, 10, 15 ഒക്കെ ആയിട്ട് പല എമൗണ്ടായിട്ടാണ് വരുന്നത്. ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ വലിയ നഷ്ടമാണ്. അതെ, വലിയൊരു നഷ്ടമാവും. എനിക്ക് മാത്രമല്ല, ഞാൻ കുറച്ച് കടകളെ അന്വേഷിച്ചപ്പോൾ തന്നെ അവർക്കെല്ലാം സെയിം ഇൻസിഡൻറ്റ് തന്നെയാണ്. പക്ഷെ അവർക്കെല്ലാം പുറത്ത് പറയാനുള്ള മടി എന്ന് പറഞ്ഞാൽ കടയിലെ ബിസിനസ്സിനെ ബാധിക്കൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പലരും പല കാരണങ്ങൾ പറഞ്ഞാൽ മൊബൈൽ ഫോൺ വിൽക്കുന്നത്. ഇതിൽ സത്യാവസ്ഥ ഉണ്ട്, അല്ലാത്തതും കാണും. അപ്പം നമ്മൾ എല്ലാവരുടെയും പൈസ കാണണമെന്നില്ല. പല ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലരുടെയും മൊബൈൽ ഫോൺ ആയിരിക്കാം
വിൽക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ സത്യാവസ്ഥയൊക്കെ എല്ലാം നമുക്ക് തിരിച്ചറിയണമെന്നില്ല. നമുക്ക് ഒരാളെ കള്ളനാണെന്ന് ഒരിക്കലും വിലയിരുത്താനും പറ്റത്തില്ല. പുള്ളി അത്യാവശ്യക്കാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൂഫെല്ലാം നമ്മൾ വാങ്ങിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇൻസിഡൻസ് ഇപ്പോൾ വരുന്നോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? എല്ലാ വ്യാപാരികൾക്കെല്ലാം വലിയൊരു പ്രശ്നമാണ് ഇത്. സെക്കൻഡ് ഫോൺ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത് മോഷണ ഫോണാണോ എന്ന് തിരിച്ചറിയാൻ പോലീസ് നൽകിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പരിശോധിച്ചാൽ കൃത്യമായി അറിയാൻ പറ്റില്ലേ? ഞങ്ങൾക്ക് പോലീസ് തന്നേക്കുന്ന സഞ്ചാരി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതിൽ നമ്മൾ മൊബൈൽ ഫോൺ തരുന്ന ദിവസം മാത്രമേ നമുക്ക് IMEI ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തരുന്ന ദിവസം നമ്മൾ *#06 അടിക്കുമ്പോൾ അതിൻ്റെ ഫോണിൻ്റെ IMEI നമ്പർ വരും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് വാലിഡാണ്. പ്രശ്നം ഇതുവരെ മോഷണമൊന്നും പോകാതായിട്ടാണ് കാണിക്കുന്നത്. പോർട്ടലിൽ പരാതികളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പരാതി രജിസ്റ്റർ ചെയ്ത് കാണത്തില്ല. അതിനുശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും അവർ പോയി കേസ് കൊടുക്കുന്നത്. അപ്പോഴാണ് IMEI ലോക്കായിട്ട് വരുന്നത്. വലിയ നഷ്ടത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും. ഇതിൽ നിങ്ങളുടെ തീരുമാനം എന്താ? തുടർ നടപടി എന്താണ് ആലോചിക്കുന്നത്? ഞങ്ങൾ വ്യാപാരി വ്യവസായമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ജില്ലാ പോലീസ് മേധാവിയിൽ ഒരു പരാതി കൊടുക്കാമെന്നാണ് പറയുന്നത്. അതിന് മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. SP-ക്ക് പരാതി കൊടുത്തിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. സമീപകാലത്തായി പഴയ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുള്ള ഈ തട്ടിപ്പ് വർദ്ധിച്ചു വരികയാണ്. ഇത് വ്യാപകമാകുന്നു എന്നുള്ളതാണ് വ്യാപാരികളുടെ പരാതി. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.